ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു പ്രഭാതം കൂടി ദൈവം തന്നതിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് യോജിച്ച വിധം ജീവിക്കുന്നവരാണോ? നമ്മൾ പലപ്പോഴും നമ്മളെ ആത്മശോധന ചെയ്യേണ്ട ഒരു വലിയൊരു വിഷയമാണത്. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എന്ത് വേദനയുള്ള എത്ര വലിയ ദുഃഖം നിറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിലും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു കുറവും വരുത്താതെ കർത്താവ് അവരെ കൊണ്ടു നടക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് മാറ്റുകയും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറുകയും ചെയ്യുമ്പോഴാണ് അവിടെ ശരിക്കും യഥാർത്ഥത്തിലായിട്ടൊരു വലിയൊരു ആത്മീയമായിട്ടുള്ളൊരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു ദൈവസ്നേഹം അവിടെ ഉടലെടുക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരിക്കുന്ന പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്നത്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം ഇതായിരുന്നു. പരിശുദ്ധ അമ്മ അനുഭവിച്ച ദുഃഖങ്ങളായിരുന്നു അന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. അന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കരമായ ചോദ്യങ്ങൾ വരുമായിരുന്നു ദൈവത്തെക്കുറിച്ചിട്ട്. അന്ന് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധ ആത്മാവ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വലിയ ബോധ്യങ്ങൾ തന്നപ്പോൾ ഞാൻ ഒരുപാട് സങ്കടത്തോടെ വളരെ വിഷമത്തോടെ യേശുയുടെ മുമ്പിലിരുന്ന് സംസാരിക്കും. അത് ഇപ്രകാരമായിരുന്നു: പരിശുദ്ധ ദൈവമാതാവ് ഓരോ ദൈവമക്കളെയും ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ്. അമ്മയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുന്നില്ല, കർത്താവിന് പറയാനുള്ളത് നമ്മൾ കേൾക്കുന്നില്ല. മറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവം കേൾക്കണമെന്ന് ദൈവമക്കൾ വാശി പിടിക്കുകയാണ്. എൻ്റെ ഒരു കുഞ്ഞു അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏകദേശം എൻ്റെ വിവാഹം ഒക്കെ കഴിഞ്ഞ് അല്പം കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഞാനൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇതുപോലൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് കടങ്ങൾ ബാക്കി നിൽപ്പുണ്ടായിരുന്നു. ഒരു 30,000 രൂപ കടം ഉണ്ടായിരുന്നു. അത് വിവാഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുകയായിരുന്നു. അപ്പോൾ ഈ 30,000 രൂപ നാളെ കൊടുക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ ഈ 30,000 രൂപ ഇന്ന ഡേറ്റിൽ ഇന്ന ദിവസം കൊടുക്കണം, അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. കാരണം ആ വ്യക്തികൾ നമ്മളോട് പറയുന്നൊരു ഡേറ്റും കൂടി ഉണ്ടല്ലോ. അത് നമ്മുടെ വലിയൊരു കടമ കൂടിയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് വളരെ കൺഫ്യൂസ്ഡായിരുന്നു. എൻ്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, തമ്പുരാന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഞാനൊന്നും ചെയ്തില്ല, പ്രത്യേകമായിട്ടൊന്നും പ്രാർത്ഥിക്കാനും നിന്നില്ല. കർത്താവിൻ്റെ അടുത്തിരുന്നു. ഈശോയുടെ കാര്യം പറഞ്ഞു, നാളെ ഇന്ന ഡേറ്റ് ഇന്ന സമയത്ത് ഈ പൈസ കൊടുക്കണം. പക്ഷെ തമ്പുരാനെ, ഞങ്ങൾക്ക് അതിനുള്ള യാതൊരു തരത്തിലുള്ള മാർഗങ്ങളില്ല. അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ ഈ ഒരു ആവശ്യം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അത് അങ്ങ് തന്നെ നടത്തി തരണമെന്ന് പറഞ്ഞാണ് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് 12 മണി 1 മണി രാത്രിക്ക് എണീറ്റിരുന്ന് ഈശോയോട് ഞാൻ സംസാരിക്കും. കാരണം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഈ പൈസ കൊടുക്കണം. അങ്ങനെ ഞാൻ അന്ന് രാത്രി ഈശോയോട് സംസാരിച്ച് ഞാൻ കിടക്കും. എനിക്ക് മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ബൈബിൾ എടുക്കാനായിട്ട്. ഞാൻ ബൈബിൾ എടുക്കുക. ഞാൻ ഈശോയിൽ നിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കർത്താവ് എന്താ പറയുന്നത് നോക്കണ്ടേ. ബൈബിൾ എടുത്തിട്ട് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരൊറ്റ
വാക്കാണ്. ആ വാക്കിങ്ങനെയാണ്: നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? ഇതായിരുന്നു ആ വാക്ക്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഇതാണ് കാര്യം. ഇത് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകും. കാരണം ഞാൻ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്നതാണെന്ന് ദൈവത്തിനും അറിയാം. അപ്പം എൻ്റെ കുടുംബം മൊത്തം നാണം കെടേണ്ടി വരും. തമ്പുരാനെ, അങ്ങേക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാനാവില്ല എന്നുള്ള ഉറപ്പ് ഞാൻ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുക. ഞാൻ ബൈബിള് ക്ലോസ് ചെയ്ത് വെച്ചു. വളരെ സന്തോഷത്തിൽ ഞാൻ ദൈവനാമം മഹത്വപ്പെടുത്തി. കാരണം എനിക്ക് ഉറപ്പായി ഈശോ പ്രവർത്തിക്കുമെന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിറ്റേ ദിവസം രാവിലെ ഈ 30,000 രൂപ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എടുത്തു തരിക. ഞാൻ ഇദ്ദേഹത്തോട് ഈ 30,000 രൂപയുടെ കണക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം ഈ 30,000 രൂപ കെട്ടിവെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ കടം കൊടുക്കാനുള്ള പൈസ അത്യാവശ്യം കൊടുത്ത് തീർത്തോളുക എന്നും പറഞ്ഞിട്ടാണ് ഈ പൈസ എനിക്ക് തരുന്നത്. എനിക്ക് അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാരണം ദൈവം പ്രവർത്തിക്കുന്ന വഴിയെന്ന് പറയുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത മേഖലയിലൂടെയാണ്. അന്ന് ആ പൈസ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കുന്നവരാണ്, അല്ലെ അടിച്ചമർത്തലാണ്. ഒന്ന് ഓർക്കുക, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ ദൈവം ആ മേഖലയിൽ എന്താണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി നമ്മൾ ചോദിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ദൈവഹിതം നിറവേറ്റുക എന്ന് പറയുന്നത്. ഈശോയുടെ മനസ്സ് നമ്മൾ വായിക്കണം. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ ആ സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അദ്ദേഹം ഒരു ദൈവമാണ്, ദേവപുത്രനാണ്. നമുക്കെങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് നമ്മൾ സഹായിക്കാൻ പറ്റും. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ഓർക്കുക, അദ്ദേഹം ഒരു മനുഷ്യത്വത്തിൻ്റെ മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ ആ മനസ്സ് വേദനിക്കോ ഇല്ലയോ? തീർച്ചയായിട്ടും വേദനിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ജനിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളെക്കുറിച്ച് ദൈവം ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ ശരിക്കും വേദനിപ്പിക്കുകയല്ലേ? നമ്മുടെ ഇഷ്ടങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുകയല്ലേ? സത്യത്തിൽ വേദനിപ്പിക്കുകയാണ്. നമ്മൾ ഓരോ ഇഷ്ടങ്ങളും ദൈവഹിതത്തിനനുസരിച്ച് വിട്ടുകൊടുത്ത് ആ സമയത്തിന് വില കൊടുത്ത് കാത്തിരിക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആദ്യം തോന്നുമെങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയോ? വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് ദൈവം കൊണ്ടുപോകും, ഒരു കുറവുകളും ഇല്ലാതെ. പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മുകളിലേക്ക് നോക്കിയിരുന്ന കഞ്ഞി വെക്കാൻ നിങ്ങളുടെ വീട്ടിൽ അരി കിട്ടുമെന്ന്. ഞാൻ പറയുന്ന കിട്ടുമെന്ന്. മുകളിലേക്ക് നോക്കിയാലേ നമുക്ക് നമ്മുടെ വീട്ടിൽ അന്നത്തെ ദിവസം അടുപ്പ് പോകാനുള്ള കഞ്ഞി അരി നമുക്ക് കിട്ടത്തുള്ളൂ. എത്ര അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തുണ്ടെന്നറിയാമോ? എത്ര അനുഭവങ്ങൾ. ഒന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ചോദിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എല്ലാം നമ്മുടെ ദൈവം അറിയുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ വ്യാകുലപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ഒരു കാര്യം കേൾക്കുന്ന പല ദൈവമക്കളും വളരെയധികം വ്യാകുലതകളിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. ഞാൻ എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യുമെന്നോർത്ത് സങ്കടപ്പെടുന്ന ദൈവമക്കളാണ്. അവരോടാണ് ഈശോ പറയുന്നത്, നമ്മൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട ഒരാവശ്യമില്ല. നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സമ്പന്നനായ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന അംബാനിയെ പോലുള്ള ആൾക്കാരാണെന്നാണ്. അല്ലാട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന നമ്മുടെ സമ്പന്നനായ ദൈവത്തെക്കാളും വലുതായിട്ടുള്ള ഒരു സമ്പന്നനും ഈ ലോകത്തില്ല. കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സമ്മനതയിൽ നിന്ന് എടുത്തു തരാൻ പറയണം. അതിനൊരു വിലയുണ്ട്, ഒരു ഭംഗിയുണ്ട്. അത് വളരെ മനോഹരമായി ദൈവം നമുക്ക് ചെയ്തു തരുമ്പോൾ നമുക്കൊരു സന്തോഷവും ആനന്ദവുമാണ് ജീവിതകാലം മുഴുവനും.
പിന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവനാമത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ നമ്മൾ യോഗ്യരാകേണ്ടതിന് കർത്താവിൻ്റെ ഹിതത്തെ നമ്മൾ നിറവേറ്റാൻ ആഗ്രഹിക്കുക. നിങ്ങൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറെടുക്കുകയും അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും പല ദൈവമക്കളോടും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതോ നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാണോ? നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ ദൈവനാമത്തിൽ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണോ എന്നും കൂടി ചിന്തിക്കുക. നമ്മൾ ശരിക്കും നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവനാമത്തിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. നമുക്ക് നിയമങ്ങൾ അനുസരിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നുകൊണ്ടിരിക്കും. പിന്നെ എല്ലാ ദൈവമക്കളും സാക്ഷ്യപ്പെടുത്താനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദൈവനാമത്തെ നമ്മൾ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അത് മനസ്സിലാക്കി കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഉയരുവാനായിട്ട് പ്രാർത്ഥിക്കണം. അത് ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ വലിച്ചു നീട്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ദൈവം അത് തന്നു ഇത് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹമാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. അനുഗ്രഹങ്ങൾ വഴി നമുക്കൊരിക്കലും ദൈവസ്നേഹം കൊടുക്കാൻ പറ്റില്ല. അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിയാലും പറഞ്ഞാലും തീരില്ല ദൈവമക്കളെ. എന്നാൽ ദൈവസ്നേഹം നമ്മൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് അതൊരു വലിയ ഒരു ആത്മീയ അഭിഷേകത്തിലേക്കാണ് അതെത്തിക്കുക. നിങ്ങൾ ദൈവമഹത്വം പ്രാപിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് പല ദൈവമക്കളും രക്ഷപ്പെടുക മീൻസ് നമ്മുടെ ലൈഫ് ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങുന്നത്. നമുക്കെന്നും ഇങ്ങനെ കടക്കണിയിലും ദുരിതത്തിലും രോഗത്തിലും കിടന്നാൽ മതിയില്ല. അങ്ങനെ കിടന്നാൽ നമ്മൾ അവിടെ കിടക്കും. അവിടെ നിന്ന് നമുക്കൊരു റിക്കവറിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യേശു തൊടണം. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ ഇഷ്ടത്തെ നമ്മൾ നിറവേറ്റുക എന്നൊരു ലക്ഷ്യമാണ് നമുക്കെപ്പോഴും വേണ്ടത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും. എല്ലാ ദൈവമക്കളെയും ദൈവസമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമഹത്വം തേടുക. ദൈവത്തിൻ്റെ വഴിയെ ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.